ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അറബിക് ഖമീർ എന്ന് പറഞ്ഞ ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു ബണ്ണാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി കറി ഉണ്ടെങ്കിൽ കറി കൂട്ടി കഴിച്ചോളൂ, ഇല്ലെങ്കിൽ കറി ഇല്ലാതെയും കഴിക്കാം. ഇതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റും കൂടി ചേർത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ അരിപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ 3 കപ്പ് കൊണ്ടാണ് റെഡിയാക്കുന്നത്. അതിൽ 1.5 കപ്പ് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. സാധാരണ കമീർ ബണ്ണ് തയ്യാറാക്കാറുള്ളത് മൈദപ്പൊടി മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ പകുതി അളവിൽ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുത്തിട്ട് തയ്യാറാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. ഏത് പൊടിയായാലും നമുക്ക് അരിച്ചെടുക്കാം, അത് നല്ലതാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഈ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പാൽപ്പൊടി ഞാനിതിൽ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പൊടി എടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. നമ്മളിപ്പോൾ മൊത്തം 3 കപ്പാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി മിക്സ് ആക്കാം, എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീക്ക് പകരമായിട്ട് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത് കേട്ടോ. സാധാരണ സൺഫ്ലവർ ഓയിലിന് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലേറെ നല്ലത് ഒന്നെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കുക. ഗീൻ്റെ ടേസ്റ്റാണ് ഒന്നും കൂടി നമുക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. ഒലിവ് ഓയിലാകുമ്പോൾ ചിലർ ആളുകൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടി ഉതിർത്തുന്നത് പോലെ ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തോട്ടും ഒന്നാക്കി കൊടുക്കാം. അതൊരു 1/4 കപ്പ് വെള്ളമാണ് ഉണ്ടായിരുന്നത്. ഇനി ഞാൻ വേറൊരു 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം 1/4 കപ്പ് വെള്ളമാണ് എനിക്കിതിന് ആകെ ചിലവായത് കേട്ടോ. അപ്പോൾ ഞാൻ അളന്നിട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം 1/4 കപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നല്ലൊരു വാം വാട്ടറിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴഞ്ഞു കിട്ടും. നമുക്ക് ചപ്പാത്തി മാവിലേറെ കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ ഓവറായിട്ട് ഡ്രൈ ആവാൻ പാടില്ല. നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. ഏകദേശം ഇത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിഞ്ജീരകവും അതുപോലെ എള്ളും ചേർത്ത് കൊടുക്കാം. ഞാൻ കരിഞ്ജീരകം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് ഞാൻ വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളറുള്ള എള്ളാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഞാനൊരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് എള്ളും കരിഞ്ജീരകം എന്തായാലും ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഇത് ആകുന്ന രീതിയിൽ. ഇത് നമുക്ക് സാധാരണ നമ്മൾ പൊടി മിക്സ് ആക്കുന്നില്ലേ, ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആ സമയത്ത് മറന്നതാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് അത്യാവശ്യം നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഈ മാവൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യൊന്ന് മേലെ തടവി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ ഇട്ട കാരണം ഇതൊന്ന് പൊങ്ങി വരണമെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് രാവിലെ ഒരു 6:30ക്കാണ് കുഴച്ച് വെക്കുന്നത്. ഒരു 7:00ക്ക് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഏകദേശം ഇത് ഡബിൾ സൈസിലായിട്ടുണ്ട് കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചാൽ ഒന്നും കൂടി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് എടുത്തതാണ്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ മാറ്റിൽ വിരിച്ചിട്ട് അതിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇതാക്കിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പമുള്ള ബണ്ണാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ചോ അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മാറ്റിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ പിന്നെ കത്തി മാറ്റിലോട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ. കാരണം ഈ മാറ്റൊക്കെ പെട്ടെന്ന് കീറിപ്പോവും കത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് തട്ടിയാൽ തന്നെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
പാകത്തിനുള്ള വലിപ്പത്തിൽ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസുകളായിട്ട് വെക്കാം. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്ത് വെച്ചാൽ ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാൻ ആ ബൗളിലോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാകത്തിന് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ബോളുകളാക്കിയതിന് ശേഷം കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. പിന്നെ നമുക്ക് ഓരോരോ ബോൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവറായിട്ട് നെയ്സായിട്ട് പരത്തരുത്, അത്യാവശ്യം കട്ടിക്ക് തന്നെ പരത്തണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കനം വേണം കേട്ടോ, ഓവറായിട്ട് നെയ്സ് ആവരുത് കേട്ടോ. നല്ലൊരു കുറച്ചൊരു അത്യാവശ്യം ഒരു കനത്തിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ബോളുകളാക്കുമ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ബോൾ തന്നെ ആക്കുക, കാരണം നമുക്കിത് നെയ്സായിട്ട് പരത്താൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കട്ടി വേണമെന്നുണ്ടാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബോളാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കരിഞ്ജീരകവും അതുപോലെ വെളുത്തുള്ളി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിന് മേലെ ഒന്ന് വിതറി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് പരത്താൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം പാകത്തിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സാധാരണ നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതിൽ എണ്ണ ഒന്നും അധികം കുടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ആ ഒഴിച്ചെണ്ണ ലാസ്റ്റ് അതുപോലെ ഉണ്ടായിരുന്നു. എണ്ണ ഒന്നും അധികം കുടിക്കുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇടുന്ന സമയത്ത് അപ്പം തന്നെ പൊങ്ങി വരില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ താനം അങ്ങോട്ട് പൊങ്ങി വരും. നല്ല എളുപ്പമുണ്ട് പരിപാടി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. പൂരി പൊരിക്കുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് മറ്റേത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം തന്നെ പരിപാടി കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഒറ്റ പൊള്ളനായിട്ട് വരുന്നുണ്ട്. പൊരിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ആക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എന്തായാലും ആ മുട്ടയുടെ കൂട്ട് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കമീറ ബണ്ണാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. മറ്റേ സാധാരണ ഒരു പൂരി പോലെയല്ല നമുക്ക് തോന്നുള്ളൂ. ഇതിലും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുള്ള ഒരു ബണ്ണായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മൈദപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാം, മൈദപ്പൊടിയും കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ മൈദപ്പൊടി നമുക്ക് അത്ര ഹെൽത്തി അല്ലല്ലോ, കുറച്ച് ഗോതമ്പ് പൊടിയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കട്ടോ. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.